നമസ്കാരം മാഷേ. നമസ്കാരം മാഷേ, ഷർം ഷെയ്ഖിൽ, ഈജിപ്തിലെ ഷർം ഷെയ്ഖിൽ വലിയ ആഘോഷങ്ങളൊക്കെ സമാധാനത്തിൻ്റെ പേരിൽ ട്രംപും സംഘവും നടത്തി പിരിഞ്ഞു. ഇപ്പോൾ വൈറ്റ് ഹൗസിലിരുന്നിട്ട് വിദ്വാൻ ട്രംപ് പറയുന്നു, യുദ്ധം ഇനി ഒന്നുകൂടി തീർക്കാനുണ്ട്, ഒരു സമാധാനം കൂടി എനിക്ക് നൽകാനുണ്ട് ലോകത്തിന് എന്ന്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് അദ്ദേഹം വിവക്ഷിക്കുന്നത്. ആ യുദ്ധം, പക്ഷേ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ആ യുദ്ധം പരാജയപ്പെട്ടാൽ ദീർഘദൂര ആക്രമണ ശേഷിയുള്ള ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ എനിക്ക് ഉക്രൈന് നൽകേണ്ടി വരും എന്നാണ്. അപ്പോൾ ഇതിനകത്ത് സമാധാനം വിൽക്കുന്ന ഇയാളുടെ കയ്യിൽ ഈ ഒലീവിലയും മറുകൈയിൽ ക്രൂയിസ് മിസൈലുമായി നടക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് മാഷ് എന്താണ് പറയാനുള്ളത്? അത് അമേരിക്കയെ മുൻനിർത്തി പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ കാലത്തെ ഏറ്റവും വലിയ പാഠമാണ്. സമാധാനം വിൽക്കുന്നവൻ തന്നെയാണ് യുദ്ധവും വിറ്റത്. യുദ്ധവും സമാധാനവും രണ്ട് ദ്വന്ദ്വങ്ങൾ, ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, രണ്ടും ലാഭമാണ്. യുദ്ധം വിൽക്കാൻ തീരുമാനിച്ചാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ആയുധ കച്ചവടം നടത്താം, പിന്നെ ഇതിന്റെ മുഴുവൻ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും കൊടുക്കാം, അത് ലാഭമാണ്. മൂന്നാമത്തെ കാര്യം, പല രാജ്യങ്ങളിലും അമേരിക്ക കച്ചവടം ചെയ്യുന്നത് കോർപ്പറേറ്റ് വാരിയേഴ്സിനെ വെച്ചാണ്. എന്ന് വെച്ചാൽ അവർ വാടകയ്ക്ക് എടുക്കുന്ന, മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് വലിയ ശമ്പളം കൊടുത്ത് വാടകയ്ക്ക് എടുക്കുന്ന പാവം മനുഷ്യരാണ്. പട്ടാളക്കാരും അമേരിക്കയുടെ സ്വന്തം ദേശക്കാരല്ല, അവർ റിക്രൂട്ട് ചെയ്തെടുക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ പട്ടാള കമ്പനികൾ അതിലെല്ലാം ലാഭം, എല്ലാത്തിലും ലാഭം. അവസാനത്തെ ലാഭം, അടുത്ത ലാഭമാണ് ഏറ്റവും കഴിഞ്ഞിട്ടുള്ള ലാഭം. ഈ ഡിസ്ട്രക്ഷനുള്ള യുദ്ധം, അത് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണത്തിന്റെ കരാറ്. ഇവരുടെ തന്നെ കമ്പനികൾ, അമേരിക്കൻ കമ്പനികളല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഡിക് ചെനി എന്ന് പറഞ്ഞ സാറിന് ഓർമ്മ? ഡിക് ചെനി എന്ന് പറഞ്ഞൊരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അയാൾക്ക് ഈ 4 കമ്പനികളുണ്ട്. ആയുധ കമ്പനികളുണ്ട്, സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ കമ്പനികളുണ്ട്, കോർപ്പറേറ്റ് വാരിയേഴ്സ് പട്ടാള കമ്പനികളുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോയി തകർക്കുന്ന ആശുപത്രികൾ, മഹാനഗരങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, വിമാനത്താവളങ്ങൾ, ഇതൊക്കെ പുനർനിർമ്മിക്കാൻ കരാറെടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു യുദ്ധത്തിന് ചിലപ്പോൾ 10 ദിവസം എടുക്കുള്ളൂ. അടുത്തത് 100 കൊല്ലത്തേക്ക് ഇവർക്ക് അവിടുന്ന് പോരാൻ പറ്റും. അത്രയും പദ്ധതികൾ. അതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ആ രാജ്യത്തെ ലോകാവസാനം വരെ കടക്കാരാക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറമെ എന്താ, ഇവർക്ക് വേറൊരു കടം വരും, വേറെ ഒരു ലാഭം വരുന്നുണ്ട്. ഇവർക്ക് പൈസ ഉണ്ടാവില്ല, കടം കൊടുക്കും. കടം കൊടുത്തിട്ട് അതിന്റെ പലിശ ഊറ്റിയെടുക്കും, അവരെ കടക്കാരാക്കും. എല്ലാ പണവും, എല്ലാ ലാഭവും ഒരു പെട്ടി. ടോമോഹോക്ക് എന്താണ് മാഷെ? ടോമോഹോക്ക് ഏറ്റവും വലിയ ഒരു മിസൈലാണ്. അമേരിക്കൻ എയർഫോഴ്സ് പണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. എടുത്ത കാലത്തെ വിവാദമാണത്. എന്താ കാരണം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനമാണ്. ഒന്നാമത്തെ കാര്യം, അത് ദീർഘദൂരമാണ്. എത്ര ദൂരം ഇരുന്നിട്ടും ഇത് തൊടുത്തു 2500 കിലോമീറ്റർ. പലപ്പോഴും രാജ്യങ്ങൾ നല്ലത് തൊടുത്തുവിടുക. അതാത് രാജ്യങ്ങളുടെ നേവിയാണ് ഇത് ഉപയോഗിക്കുന്നത്. കപ്പലുകളിൽ നിന്ന് തൊടുത്തുവിടാം. കപ്പലുകളിൽ നിന്ന് ലോകത്തിലെ 2500 കിലോമീറ്റർ വരെ അപ്പുറത്തേക്ക് തൊടുത്തുവിടാം. വേറൊന്ന്, തൊടുത്തുവിട്ടാൽ ഈ കപ്പലിന്റെ ഈ കടലിന്റെ ഉപരിതലത്തിലോടുന്ന കപ്പലുകളിൽ നിന്ന് മാത്രമല്ല, സബ്മറൈൻസിൽ നിന്ന്, മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ഈ ഒരിക്കങ്ങനെ നമ്മൾ ഈ ഡോൾഫിൻ പൊങ്ങി വരുന്നത് പോലെ ഒരു സാധനം പോകുന്നത് കാണാം. അപ്പോൾ നമ്മളത് അറിയുന്നില്ല. ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജെറ്റ് എഞ്ചിനാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദീർഘദൂരമാണ്, ജെറ്റ് എഞ്ചിനാണ്, ഏത് കാലാവസ്ഥയിലും പ്രയോഗിക്കാം. ഇത് സൈബീരിയയിലും പ്രയോഗിക്കാം, ആഫ്രിക്കയിലും, ഭൂമധ്യ കടുത്ത ചൂടിലും മരുഭൂമിയിലും എവിടെയും പ്രയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇത്. അതുകൊണ്ട് ഇതിന്റെ വേറൊരു പ്രത്യേകത, ഇത് നിർമ്മിച്ച കാലത്ത് തന്നെ ആളുകൾ പറഞ്ഞത് ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അത്യാവശ്യം അല്ലെങ്കിൽ ഉപയോഗിക്കരുത്. നമ്മൾ ചില പുരാണ കഥകളിലൊക്കെ ഇത്തരം ചില സംഗതികളുണ്ട്. സംഗതിയൊക്കെ ഞാൻ തരാം, പക്ഷെ ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. മാത്രമല്ല ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ, അമേരിക്ക ഇത് സ്വയം നിർമ്മിക്കുക മാത്രമല്ല, അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ലോകരാജ്യങ്ങൾ പറഞ്ഞാൽ, UN ഉൾപ്പെടെ പറഞ്ഞതാണ്, കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ കയ്യിൽ ഇപ്പോൾ ഈ സാധനമുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ പെട്ട നെതർലാൻഡ്സിന്റെ കയ്യിൽ, നെതർലാൻഡ്സ് എന്ന ഹോളണ്ടിന്റെ കയ്യിൽ ഈ സാധനമുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയക്കും ഹോളണ്ട് നേവിക്കും ഓസ്ട്രേലിയൻ നേവിക്കും ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നടാടെയല്ല ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കരുത്, വലിയ സമ്മർദ്ദം വന്നപ്പോൾ പിടിച്ചു വെച്ചതാണ്. ഇപ്പോൾ ഇയാൾ ചെയ്യുന്നത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ 8 മഹായുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ഞാനാണ്, നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നയാളാണ്. എന്നിട്ട് പറയുന്നത് ഇപ്പുറത്ത് ഈ ടോമോഹോക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആർക്കാ കൊടുക്കുന്നത്? കൊടുക്കുമെന്ന് പറയുന്നതിന്റെ പ്രത്യേകത വേറൊന്നുകൂടി ഉണ്ട്. ഇത് നേരിട്ട് വേണമെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അതിൽ ഉക്രൈനെ പിന്തുണക്കുകയാണ് ഇയാളുടെ നയം. എന്താ വെച്ചാൽ റഷ്യയെ നേരെയാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, റഷ്യയെ തകർക്കാനുള്ള വഴിയുണ്ടോന്നാ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താ, ഞാനിത് നേരിട്ട് യുക്രൈന് തരൂല. ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി വന്നിട്ട് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ നടത്തിയപ്പോൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾ യുദ്ധം നിർത്തരുത് എന്ന് പറഞ്ഞാൽ ആരാ? വെടി നിർത്തണം എന്ന് അമേരിക്ക പുറത്ത് പറയും.
എന്നിട്ട് സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത് എന്താ, നിർത്തരുത്, മരിച്ചാലും നിർത്തരുത്. കാരണം എന്താ, അമേരിക്ക ഈ കഴിഞ്ഞ മാസമാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്താണ് 7 ലക്ഷം പട്ടാളക്കാരെ വീണ്ടും കൊണ്ടുവന്നിട്ട് റഷ്യയുടെ കയ്യിലുള്ള അത്രയും മാരകമായ ആയുധങ്ങൾ ഇപ്പോൾ ലോകത്തിൽ ചൈനയുടെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ അത്രയും യുദ്ധം തുടരുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇവരുടെ ഒന്നും കയ്യിൽ ശേഷിയില്ലാത്ത ഉക്രൈനോട് പറയുകയാണ് യുദ്ധം നിർത്തരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യുദ്ധം നിർത്താതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ റഷ്യയെ നേരിടാൻ യാതൊരു കെൽപ്പുമില്ല, ആധുനികമായ ആയുധങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണം, ഫണ്ട് വേണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ പണി എന്താ അദ്ദേഹം ചെയ്യുന്നത് അറിയോ, ഈ പണിയൊക്കെ ഇദ്ദേഹം യൂറോപ്യൻ യൂണിയനെ ഏൽപ്പിച്ചു. അവിടെ യൂറോപ്യൻ യൂണിയന്റെ അതിലും ലാഭക്കണ്ണുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അമേരിക്കയുടെ കയ്യിൽ ഇല്ല, സത്യം അതാണ്, ഉള്ളത് അതാണ്, എടുത്തു കൊടുക്കാൻ കാശില്ല, കാശുമില്ല, ആയുധങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പോകണം, ഇത് നിർമ്മാണം നിർത്തിവെച്ച ആയുധങ്ങൾ വീണ്ടും നിർമ്മിക്കുക, എന്നിട്ടോ അതിന്റെ പണം യൂറോപ്യൻ യൂണിയനോട് വാങ്ങുക. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ 32 രാജ്യങ്ങളുണ്ട്. നിയമം എന്താണെന്നറിയോ, ഇയാൾ കഴിഞ്ഞ തവണ ഒരു രാജ്യത്തിന്റെ GDP-യുടെ, ആ രാജ്യത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വരുമാനത്തിന്റെ 2% 2% ഇവർക്ക് കൊടുക്കണം എന്നാണ് നിയമം. ഇപ്പോൾ അദ്ദേഹം അത് 5% ആക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെ ഊറ്റിയെടുക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കുന്നു എന്ന വ്യാജേന ആയുധം കൊടുക്കുക. ഒറ്റ കണ്ടീഷനിലാണ്, ഇതൊക്കെ നിങ്ങൾ റഷ്യക്ക് നേരെ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഒരു യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യം അത് നിഷേധിച്ചിട്ടുണ്ട്. അതെ, ഇപ്പം ഈ അടുത്ത് അല്ലേ, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്യൻ യൂണിയൻ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയൻ ഇത് വാങ്ങിയിരിക്കുന്നു എന്ന ഒറ്റ കാരണത്തിന് റഷ്യ അവർക്ക് നേരെ വരും. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളെയും റഷ്യ നോട്ടം വിട്ട് നിൽക്കുകയാണ്. പല രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞു. ഹോളണ്ടിനെ ആക്രമിച്ചു, എസ്റ്റോണിയെ ആക്രമിച്ചു, ബ്രിട്ടനിലേക്ക് തന്നെ അവർ മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഊരാക്കുടുക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ആള് ഒരേ സമയം ഒരുപാട് യുദ്ധങ്ങൾക്ക് തീ കൊളുത്തുകയാണ്. റഷ്യയും ആലോചിച്ച് നോക്കൂ, ഇതിപ്പോൾ ഈ മിസൈല്, ടോമോഹോക്ക് മിസൈല് കയ്യിലുണ്ട്, അത് എനിക്ക് നേരെ പ്രയോഗിക്കാനുള്ളതാണെന്ന് റഷ്യക്കറിയാലോ. റഷ്യ മുൻകൂട്ടി ആക്രമിക്കൂലേ? അപ്പോൾ എത്ര രാജ്യങ്ങൾ ടോമോഹോക്ക് ഇത്ര അപകടകാരിയാകുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ടോമോഹോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, റഷ്യ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ പ്രശ്നം എന്താ അറിയോ, റഷ്യ ഇത് കാണുന്നുണ്ട്. ടോമോഹോക്ക് അത് ഇപ്പോൾ 20 കൊല്ലം മുമ്പ് മറ്റോ രൂപപ്പെടുത്തിയ കാലമല്ല ഇപ്പോൾ. ഇത് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. റിനോവേറ്റ് ചെയ്യുമ്പോൾ റഷ്യ ചോദിക്കുന്ന ചോദ്യം, റഷ്യ കൊടുക്കേണ്ട മറുപടി പറഞ്ഞിട്ടുണ്ട്, വളഞ്ഞ കളിയൊന്നും വേണ്ട, അമേരിക്ക ഓർത്തിരിക്കുന്നത് നല്ലതാണ്, തീ കൊണ്ട് ചൊറിയരുത്. അമേരിക്ക ഓർത്തിരിക്കേണ്ടത് എന്താ, നിങ്ങൾ ഏത് യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന് കൊടുത്തിട്ട് ഉക്രൈന് കൊടുക്കാൻ ഏൽപ്പിച്ചാലും അമേരിക്ക നേരിട്ട് റഷ്യയെ ആക്രമിച്ചതായിട്ട് പരിഗണിക്കും. ഓർത്ത് കളിച്ചോ, നിനക്ക് തന്നെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കൊടുക്കുന്ന മിസൈൽ ഉണ്ടല്ലോ, ഈ കൊടുക്കുന്ന മിസൈൽ അഡ്വാൻസ്ഡ് ആണോ, അതിനകത്ത് ആണവായുധങ്ങൾ, എന്തിനാണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ചെന്നിട്ട് ഈ നമ്മൾ വെടിവെക്കുന്നത് പോലെ മിസൈൽ വർഷിച്ചിട്ട് ആ വർഷിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന അപകടം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ മിസൈലിൻ്റെ തുമ്പത്തൊരു ആറ്റം ബോംബാണെങ്കിലും ആണവ ഫോർമുല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണവായുധങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കടുത്ത നിബന്ധന. ഇപ്പോൾ കൊടുക്കുന്ന മിസൈലുകളിൽ ആണവായുധങ്ങളുണ്ടോ, അത് വെളിപ്പെടുത്തണം. നിവൃത്തിയില്ലാതെ ഉക്രൈൻ എടുത്ത് പ്രയോഗിച്ചാൽ തീർന്നു. അതാണ്. പക്ഷേ അമേരിക്ക പറഞ്ഞ മറുപടി, ഞങ്ങൾ അധികമൊന്നും കൊടുക്കില്ല, കുറച്ചേ കൊടുക്കുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ എളുപ്പമല്ല, അതിന് കാരണം ഒന്ന് മതി. പക്ഷെ കൊടുക്കുമ്പോൾ അതിന് കാരണം ബോംബ് മാത്രം കൊടുത്താൽ, ഈ മിസൈൽ മാത്രം കൊടുത്താൽ പോലെ, അതിന് പരിശീലനം നേടിയ ആളുകൾ വേണം, പ്രത്യേകിച്ച് സപ്പോർട്ടിംഗ് സിസ്റ്റം വേണം. അതുകൊണ്ട് അതൊക്കെ ചേർത്ത് അതിനാവശ്യമുള്ള ടെക്നോളജിയും വേണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, മിസൈൽ കൊടുക്കണം, അത് പരിശീലനം നേടിയ പട്ടാളക്കാർ വേണം, അവരെയും കൊടുക്കണം. വേറൊന്ന് സപ്പോർട്ടിംഗ് സിസ്റ്റം മുഴുവൻ, ഉപകരണങ്ങൾ മുഴുവൻ കൊടുക്കണം. 4 ഏറ്റവും ഒടുവിൽ ആവശ്യമുള്ള സാങ്കേതിക വിദ്യയും കൊടുക്കണം. ഇത് ഇതെല്ലാം കൂടി ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് റഷ്യ മനസ്സിലാക്കിയിട്ടുണ്ട്, ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, റഷ്യയെ ഒരു വെടിനിർത്തലിലേക്ക് നിർബന്ധിക്കാനാണ്. എന്നിട്ട് ഞാനിതാ ഈ യുദ്ധവും നിർത്തിയിരിക്കുന്നു എന്ന് പറയാനാണ്. എന്നുവെച്ചാൽ യുദ്ധം ഉണ്ടാക്കുക, എന്തിന്? പ്രഷർ ടാക്ടിക്സ് ആണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ഉണ്ടാക്കുക, അതായത് റഷ്യയെ പേടിപ്പിക്കുക, ഉക്രൈൻ്റെ കയ്യിൽ ആയുധം കൊടുക്കുക, മുട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് സമാധാനത്തിന് റഷ്യയെ നിർബന്ധിക്കുക. അങ്ങനെ നിർബന്ധിച്ചാൽ റഷ്യ ഉക്രൈൻ വാർ കൂടി നിർത്തിയത് ഞാനാണ്. യുദ്ധമുണ്ടാക്കിയ ശേഷം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, അതാണ് ഫോർമുല, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ഇല്ലാതാവുകയല്ല, യുദ്ധം രൂക്ഷമാകും. റഷ്യ കുറെ കൂടി കരുതലോടെ മാരകമായ ആക്രമണം തുടങ്ങും. ഉക്രൈൻ പാവം ഇരയാകും, ഒന്ന് ഉറപ്പാണ്. രണ്ടാമത്തേത്, ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെങ്ങാനും
ഈ മിസൈൽ വാങ്ങിച്ചിട്ട് ഉക്രൈന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളോടൊക്കെ ഒന്നൊന്നായി റഷ്യ പ്രതികാരം ചെയ്യും. എത്ര യുദ്ധം തുടങ്ങുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് സമാധാനം. ഇതൊക്കെ തന്നെയാണ് ട്രംപിന്റെ ലക്ഷ്യം അല്ലേ? ട്രംപിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തുക, എന്നിട്ട് കാശ് ഒന്ന് പണം സമ്പാദിക്കുക, രണ്ട് യുദ്ധം എങ്ങാനും നിന്ന് കിട്ടിയാൽ അതിൻ്റെ ആൾ ഞമ്മളാ എന്ന് പറയുകയും ചെയ്യാം. പക്ഷേ ഇതിൽ അന്തിമമായ നിലപാടെടുക്കേണ്ടത് നാറ്റോ ആണ്. നാറ്റോയുടെ തീരുമാനം വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നാറ്റോയെ കുറിച്ച് റഷ്യക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ അവസ്ഥയിൽ നാറ്റോ രാജ്യങ്ങളൊന്നും തന്നെ റഷ്യക്ക് നേരെ റഷ്യയെ ചൊറിയുന്ന ഒരു നിലപാടിലേക്ക് പോവില്ല. പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആത്മരക്ഷയാണല്ലോ എല്ലാവർക്കും പ്രധാനം. അതുകൊണ്ട് ഈ അമേരിക്കൻ അങ്കിളിന്റെ വർത്തമാനം കേട്ടിട്ട് കാത്തിരുന്നാൽ അമേരിക്കക്ക് അവരെ പോലും ഉക്രൈനെ സഹായിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവർ ആരെയും സഹായിക്കാൻ അമേരിക്ക ആ സമയത്ത് റഷ്യയുടെ ആക്രമണം നേരിടാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഉക്രൈന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനകത്തോ നാറ്റോക്കകത്തോ ഒരു ഏകീകരണം സാധ്യമല്ല എന്ന് റഷ്യക്ക് നന്നായിട്ട് അറിയാം. റഷ്യക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർ പോലും യൂറോപ്യൻ യൂണിയനിലുണ്ട്, പലരും ഉണ്ട്. അത് തന്നെയാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ബലം. ആഗോള നമ്മൾ പറയുന്നത് ജിയോ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നു. ആഗോള രാഷ്ട്രങ്ങളുടെ ചേരികൾ മറിയുന്നു, ശാക്തിയ ചേരികൾ മാറുന്നു. അതാണ് പ്രത്യേകത. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ നിലപാട്. 32 രാജ്യങ്ങളുണ്ടല്ലോ, അവരുടെ നിലപാട് ഉടൻ വന്നാൽ അറിയാം നമുക്ക്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.